ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് ടൈം ഉണ്ടായില്ല വീഡിയോ ഇടാനും കളിക്കാനൊന്നും. അപ്പോൾ നമുക്കിന്ന് കുറേ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. ഗെയിമിൽ പുതിയ ഗിയർ 5 ലൂഫി എഗ്ഗേഡിലെ അത് വന്നിട്ടുണ്ട്, നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ സാബോൻ്റെ ബാനർ വന്നിട്ടുണ്ട്, റീബാനർ കിഡ് ആൻഡ് ലോ. ഗിയർ 5 ലൂഫിയുടെ പിക്ക് ബാറ്റിൽ ബോൺ, പിന്നെ 2 മെഡലൊക്കെ വന്നിട്ടുണ്ട്. പുതിയ കുറേ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നത്. പുതിയ സ്കൗട്ടൊക്കെ നോക്കാം, എന്നിട്ട് നമുക്കൊരു പുതിയ ഇവൻറ്റ്സൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു ലീഗ് ബാറ്റിൽ കളിക്കാം. അപ്പോൾ സാബോൻ്റെ റീബാനർ വന്നിട്ടുണ്ട്, 20ൻ്റെ തുടക്കം. പിന്നെ ഇത് കിഡ് ആൻഡ് ലോ, ഇത് പുതിയ ഗിയർ 5 ലൂഫി. ഗിയർ 5 ലൂഫിയുടെ സ്കില്ല് നമുക്ക് നോക്കാം. എന്നിട്ട് ഇത് വലിച്ചുവിടെ കവണേ പറന്നു പോകുന്നുണ്ട്. ഫ്രീ ഫോം സ്പിരിറ്റ് എന്നൊക്കെയാണ് പേര്. ഇതിങ്ങനെ തിന്നുകൊണ്ട് നടക്കാണല്ലോ. ഇത് ഞാൻ റീൽ കണ്ടിട്ടുണ്ട്, തുപ്പ് വന്നിട്ട്. അത് ഞാൻ കണ്ടായിരുന്നു. കുഴപ്പമില്ല, അടിപൊളി ലൂഫിയാണെന്നാണ് കേട്ടത്. കിസാരിനൊക്കെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ 2 ഫീച്ചേഴ്സ് സ്കൗട്ട് ലിയോ. പിന്നെ ഗിയർ 5 ലൂഫിയുടെ ഫ്രീ സ്പിൻ ഉണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. അപ്പം അങ്ങനത്തെ ഒക്കെ സ്കൗട്ടാണ് വന്നത്. പിന്നെ ഒരു പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട്, എഗ്ഗഡ് ഇവൻറ്റ് വന്നിട്ടുണ്ടായി. ലൂഫി, സാഞ്ചി, സോറോ ഒക്കെ ഫ്രീ കിട്ടണം. അതുപോലത്തെ ഒരു ഇവൻറ്റാന്ന് തോന്നണു. കുറച്ച് ഞാൻ കളിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കിട്ടും. പിന്നെ മറ്റേ ലാൻഡ് ഓഫ് മാനയിലെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് അവിടുത്തെ ക്യാരക്ടേഴ്സിന് മറ്റേ കിഡ് ലോ അങ്ങനത്തെ അത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിന്നിപ്പോൾ കുസാനെയും ഗാർപ്പിനെയും വെച്ചാണ് കളിക്കണേ. കുസാൻ 100 ലെവല് കൈഡോ സെറ്റാണ് കൊടുത്താണ്, 3 കൈഡോ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കൈഡോ സെറ്റ്, അറ്റാക്കും ഡിഫെൻഡൊക്കെ കൊടുത്തിട്ടുണ്ട്. കുസാന വെച്ചിട്ട് പുതിയ ലൂഫിനെ കൗണ്ടർ ചെയ്യാൻ പറ്റണമെന്ന് കേട്ടെ, അതാണ് കുസാന വെച്ച് കളിക്കാമെന്ന് വെച്ചാൽ. പിന്നെ ഗാർപ്പിനെ വെച്ച് കളിക്കാം. ഗാർപ്പിന് ലൂഫി സെറ്റാണ് കൊടുത്തണേ, ലൈഫും അറ്റാക്കും. അതും അടിപൊളി ഒരു മെഡൽ സെറ്റാണ്. അപ്പോൾ നമുക്കൊരു ലീഗ് ബാറ്റിൽ കളിക്കാം. അതിന് മുമ്പ് നമുക്ക് പാർട്ടി കാണിച്ചു തരാം. 155ഉം 147 സപ്പോർട്ട് തന്നെ. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് തന്നെയുണ്ട്. നമുക്ക് ലീഗ് ബാറ്റിൽ കളിക്കാം. S+ ആണ്. SS ആവാൻ ഒരു 49 പോയിൻ്റ് കൂടി മതി. ഈ കളി നമുക്ക് ജയിക്കാൻ നോക്കാം. അപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം ടീമിൽ. നമ്മുടെ ടീമിൽ റോജർ, ഷാങ്ക്സ്, ഗാർപ്പ്, ലൂച്ചി. അവരിൽ പുതിയ 2 പേര് 2 ലൂഫി ഉണ്ട്. പിന്നെ കൈഡോ. കുഴപ്പമില്ല, ഒരു ചെറിയൊരു ടീമാണ്, നമുക്ക് അടിച്ചിടാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഗാർപ്പിന് വെച്ചാൽ അങ്ങോട്ട് തുടങ്ങാം. കൈഡോ, സാബോ, ലൂച്ചി, കുസാൻ. ലൂഫി ആദ്യം ഇല്ല. ലൂഫിനാണ് അതിനാണ് ഒന്ന്. ഇത് ലൂഫി ഇല്ല. കുഴപ്പമില്ല, നമുക്ക് ഗാർപ്പിന് വെച്ച് 2 പേരെ തലതിൽ പൊളിക്കാം. അപ്പോൾ കായം തന്നെ ചാടാൻ നിലത്തേക്ക് കൈഡൊക്കെയിട്ടൊരു പണി കൊടുക്കാം. കൈഡോക്ക് സ്കില്ല് വണ്ണോടത്തുണ്ട്. എനിക്ക് ഷീൽഡ് പോകുമ്പോൾ സ്കില്ല് 2 കൊടുക്കാം. സ്കില്ല് 2 നോക്കായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കൗട്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ ഗാർപ്പ് വന്നിട്ടുണ്ടായേ. ലൂച്ച് ഇതെവിടെ നിന്ന് വന്നേ? പുക മാത്രമേ കണ്ടുള്ളൂ. ലൂച്ചി ഇപ്പോൾ തട്ടുന്ന തന്നെ. നോക്കൗട്ട് ചെയ്തു. ലൂച്ചിക്കുള്ള പണി തരാട്ടാ. കുസാവനുണ്ട്. അപ്പോൾ കുസാൻ ഇറക്കാം. സാബോ ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യണ്. സ്കില്ല് വണ്ണിടാം. ഷീൽഡുള്ളതുകൊണ്ട് ഹോൾഡ് അറ്റാക്ക് ചെയ്യാം. സ്കില്ല് വണ്ണിടാം. അത് ഇത്തിരി കുറച്ചിട്ടുള്ളൂ. കിട്ടി. അപ്പം ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ടൈമിങ്ങിൽ സ്കില്ല് 2 ഇട്ടുകൊണ്ട് സാബോ നോക്കൗട്ടായി. ഗിയർ 5 ലൂഫിനെ കാണാനില്ലല്ലോ. അതിനെ കാണാൻ വേണ്ടി കളിക്കണം, അതിനെ കാണാനില്ല. അതിൻ്റെ അറ്റാക്കൊന്നും കിട്ടണമില്ല. നമുക്കിത് റീഫിൽ ചെയ്യാം. സ്കില്ല് 1 ആയിട്ടുണ്ട്. സ്കില്ല് 2 ലോഡാവണം. റീഫിലാവ് ഡിഫൻഡർ ആയതുകൊണ്ട് ആവുന്നുണ്ട്. 4-1 ഇപ്പോൾ തോറ്റ് നിൽക്കുകയാണ്. 4 ട്രഷർ ക്യാപ്ചർ ചെയ്തേക്കാണ് അവർ. കിസാരുവിനെ ഇപ്പോൾ കാണാനില്ല ഗിയർ 5 ലൂഫി വന്നാൽ പിന്നെ. എന്നിട്ടാ ലൂഫിയുടെ ജെയിൻറ്റ് ഫോം അത് ഇടയ്ക്കിടയ്ക്ക് ഷീൽഡ് വരുന്നുണ്ട്. മനസ്സിലാവണല്ല, ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് കുറേ നാളായി കളിച്ചിട്ട്. ഇതിനു മുമ്പ് കളിച്ചായിരുന്നു ഞാൻ ഒരു കളി. അപ്പോൾ ഗിയർ 5 ലൂഫി വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷീൽഡ് വന്നുകൊണ്ടിരിക്കണ്ട, വെറുതെ ഷീൽഡ് വന്നുകൊണ്ട്. ഞാൻ എന്താണെന്ന് അറിയണവർ കമൻറ്റ് ചെയ്യുക. ഇത് ഗിയർ 5 ലൂഫിനെ അടിച്ചിടാൻ പറ്റുമോ നോക്കാം. ഇതിൽ ലൈഫ് കുറയണില്ലല്ലോ. അടിക്കുമ്പോൾ ലൈഫ് കൂടും. പോണു. എവിടെയത്? അയ്യോ, അത് അതിൻ്റെ തല പോണോക്ക്. ഫ്ലോർ മൊത്തം തിന്നുന്നത്. തുപ്പ് എത്തിയില്ല. അയ്യടാ,
പാവം തിന്ന് പോയിട്ട് അതിൻ്റെ അമ്മ എന്നിട്ട് തല പൊളിച്ചു കുസാൻ്റെ. പക്ഷെ ലൈഫ് കുറഞ്ഞില്ല. ടീം ബൂസ്റ്റ് ഉള്ളതുകൊണ്ടാന്ന് തോന്നണേ. അറ്റാക്ക് ആ സ്കില്ല് വണ്ണം കൊടുത്തുണ്ട്. കണ്ട ഇതെന്ത് ലൈഫ് കുറയില്ലേ എൻ്റെ. ഇത് തെറിച്ചു പോയോ. കുറച്ച് നോർമൽ അറ്റാക്ക് ചെയ്യാം. ഹോൾഡ് അറ്റാക്ക് ചെയ്യാം. തെറിച്ചു കൊണ്ട് ലൈഫ് കുറയാനുള്ള അങ്ങനെയാണ് നിൽക്കുന്നത്. സ്കില്ല് 2 3-2 ലീഡ് കിട്ടി 31 സെക്കൻഡ് എങ്ങനെയും പിടിച്ചിക്ക് റോജർ. ഓ ബുലാനോ ചത്ത്. ഇനി ഫ്ലാഗ് പോവും. അവരിൽ സാബോ ഇല്ല. ഇപ്പം ലൂഫിയനാണ്. ഈ ജയിൻ്റെ ആയിട്ടുള്ള ലൂഫിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷീൽഡ് തന്നോണ്ട് അറ്റാക്കും കിട്ടണില്ല. അത് തിന്നു തുടങ്ങി. തുപ്പത് ഓടിക്കോ കുസാനെ തുപ്പരുത്. ഓ 3-2 ലീഡ് കിട്ടി. ഓ കളി തോറ്റു. 3-2 ലീഡ് പോയി. 3-2 2 സെക്കൻഡോട് കളി ജയിച്ചു. 3-2 അവസാനം ഷാങ്ക്സ് ഫ്ലാഗ് എടുത്ത് കളി ജയിപ്പിച്ച് ഗായ്സ്. ആര് MVP? ഞാൻ തന്നെയാണ് MVP. AK സ്ലെയർ കില്ല് കിട്ടിയില്ല. കുസ ശരിക്കും പിടിച്ചു നിന്നു ലൂഫിയുടെ ഒപ്പം നല്ലോണം. ടാങ്ക് ലൈഫ് ലൂഫിയുടെയും കുറയുള്ള കുസാൻ്റെയും കുറയുള്ള 1 ഒരു ക്യാപ്ചർ ചെയ്തു. 2 നോക്കൗട്ട് എടുത്തു. SS ആയിണ്ടപ്പോൾ ഈ സീസൺ ഇനി ലീഗ് ബാറ്റിൽ പുഷ് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് പുതിയ ഇവൻറ്റും പുതിയ അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി പരമാവധി വീഡിയോ ഇടാൻ നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. RDS ഉള്ളവർ റെയിൻബോ ഡയമണ്ട് ഉള്ളവർ ലൂഫിയ സാബോ ഏതാണെന്ന് വെച്ചാൽ സമൺ ചെയ്യാൻ എടുക്കാൻ നോക്കാം. എൻ്റെ കയ്യിൽ 514 റെയിൻബോ ഡയമണ്ട് ഉണ്ട്. ഞാൻ അത് എന്താ ലൂഫിക്ക് കറക്കണില്ല, കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ലീഗ് ബാറ്റിലോ ചാലഞ്ച് ബാറ്റിലൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.